പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദി സീറോസ് ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6x² പ്ലസ് എക്സ് മൈനസ് 2 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ മൈനസ് ബീറ്റ. ഇങ്ങനെ നമുക്ക് ഒരു 8 ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പോളിനോമിയൽ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. അപ്പോൾ ഞാൻ ഈ സൈഡിലോട്ട് മാറ്റി എഴുതുകയാണ്. എന്നിട്ട് ഈ ഓരോ ക്വസ്റ്റിനും ഇവിടെ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6x² പ്ലസ് എക്സ് മൈനസ് 2 ആണ് നമ്മുടെ പോളിനോമിയൽ. ഇതിനകത്തുനിന്ന് ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും എന്താണ് എന്ന് നമുക്ക് എടുത്തെഴുതാം. ഇത് ഓരോന്നും ചെയ്യണമെങ്കിൽ നമുക്കത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ത് വരും? ദാറ്റ് ഈസ് നെഗറ്റീവ് b/a. ബി ഈസ് 1. അപ്പോൾ നെഗറ്റീവ് 1/6 ആണ് ആൽഫ പ്ലസ് ബീറ്റ. ഇങ്ങനെ ഒന്ന് സ്ക്വയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമേ. അടുത്തത് ആൽഫ ബീറ്റ ഈസ് c/a. c is negative 2/6 is equal to negative 1/3. അപ്പോൾ ആൽഫ ബീറ്റ ഈസ് നെഗറ്റീവ് 1/3. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൽഫ മൈനസ് ബീറ്റയാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ നമുക്കിവിടെ എന്തേ ഉള്ളൂ? ആൽഫ പ്ലസ് ബീറ്റയേ ഉള്ളൂ അല്ലേ? അപ്പോൾ ആൽഫ മൈനസ് ബീറ്റ നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൽഫ മൈനസ് ബീറ്റ വരുന്ന ഐഡൻറ്റിറ്റി എന്താണ്? ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ ആണല്ലോ. ഇനി ഞാൻ ഇതിനകത്തുനിന്ന് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെഴുതുന്നു. ഇവിടെ നമുക്ക് ആൽഫ സ്ക്വയറും ബീറ്റ സ്ക്വയറും ഇല്ല. അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇതിന് മുമ്പുള്ള പ്രോബ്ലം ചെയ്തപ്പോൾ ഞാനത് പറഞ്ഞിരുന്നു. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് ഞാനിതിനെ എഴുതി. അതായത് ബീറ്റ സ്ക്വയർ സെക്കൻഡ് ടേമായിട്ട് എഴുതി, ഇതിനെ തേർഡ് ടേമായിട്ട് എഴുതി. ഇനി നമ്മൾ ഈ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ത് വരുമെന്ന് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇത് ഏത് ഐഡൻറ്റിറ്റിയാണ്? ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റിയാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. എന്താ, ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതി കാണിക്കാം ഒന്നുകൂടെ. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇതിനകത്തുനിന്ന് നമുക്കത് ഇത് രണ്ടുമാണ് വേണ്ടത്. അതുകൊണ്ട് ഇതിനെ ഇങ്ങോട്ട് നമ്മൾ ട്രാൻസ്പോസ് ചെയ്യും. അപ്പോൾ ഇതെന്തായിട്ട് മാറും? അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്താവും? ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്നാവും. അപ്പോൾ അത് നമ്മൾ ഈ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായി? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്തായി? ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. അതായത് ഇതിന് പകരം ഞാനിവിടെ ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്നെഴുതി. മൈനസ് ഇനി ഇവിടെ ഒരു 2 ആൽഫ ബീറ്റയും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്തെഴുതാം അല്ലേ? അപ്പോൾ ഇതെന്താവും? ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ മൈനസ് ഇത് രണ്ടും കൂടെ മൈനസ് 4 ആൽഫ ബീറ്റ എന്നാവും. ഇതെന്താണ്? ആൽഫ മൈനസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ ആണ്. ആൽഫ മൈനസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ ആണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആദ്യം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതിനകത്തുനിന്ന് ആൽഫ മൈനസ് ബീറ്റ കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ ഈസി. അപ്പോൾ നമുക്കിവിടെ ആൽഫ പ്ലസ് ബീറ്റ വാല്യൂ അറിയാം. എന്താണ്? നെഗറ്റീവ് 1/6 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ആൽഫ ബീറ്റ ഈസ് നെഗറ്റീവ് 1/3 ഇസ് ഈക്വൽ ടു ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താകും? നെഗറ്റീവ് പോസിറ്റീവായിട്ട് മാറും. 1/6ൻ്റെ സ്ക്വയർ 36. ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആവും. എന്താവും? 4/3 എന്നായി. ഇനി നമ്മളിവിടെ LCM എടുക്കണം. LCM എന്ത് വരും? 36ൻ്റെയും 3യുടെയും കൂടെ LCM 3യുടെ മൾട്ടിപ്പിൾ ആണ് 36. സോ 36 ഈസ് ദി LCM അല്ലേ? അപ്പോൾ എന്ത് വരും? 1 പ്ലസ് ഇവിടെ 36 ആണെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ഡിനോമിനേറ്റർ 36 ആവത്തുള്ളൂ. അപ്പോൾ ന്യൂമറേറ്ററും 12 കൊണ്ട് ചെയ്യുന്നു. 12 ഇൻറ്റു 4 48/36. 48 plus 1 is 49/3.
36. അപ്പോൾ ആൽഫ മൈനസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ ഈസ് 49/36. അങ്ങനെയാണെങ്കിൽ ആൽഫ മൈനസ് ബീറ്റ എന്തായിരിക്കും? ആൽഫ മൈനസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ ആണ് 49/36 എന്ന് കിട്ടിയത്. അപ്പോൾ ആൽഫ മൈനസ് ബീറ്റ ഈസ് റൂട്ട് 49/36. റൂട്ട് 49 ഈസ് 7. റൂട്ട് 36 ഈസ് 6. അപ്പോൾ ആൽഫ മൈനസ് ബീറ്റ നമുക്ക് എന്ത് കിട്ടി? 7/6 എന്ന് കിട്ടി. ആ കിട്ടിയത് ഞാൻ ഈ സൈഡിലോട്ടൊന്ന് എഴുതി വെക്കുകയാണ്. ആൽഫ മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു 7/6. അപ്പോൾ ഇത് ഞാനിവിടെ എഴുതി വെക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റയാണ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൽഫ പ്ലസ് ബീറ്റ ഈസ് -1/6 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ ഈസ് -1/3. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ 1/36 മൈനസും മൈനസും കൂടെ പ്ലസ് ആവും 2/3. എൽസിയം ഈസ് 36. എന്ത് വരും? 1 പ്ലസ് ഇവിടെ 36 വരണേ 12 കൊണ്ട് ചെയ്യണം. 12 ഇൻറ്റു 2 24 ഈസ് ഈക്വൽ ടു 25/36. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ നമുക്ക് 25/36 എന്ന് കിട്ടി. അതും കൂടെ ഞാൻ ഇങ്ങോട്ട് തന്നെ എഴുതിയേക്കാമേ. 25/36. ഇത് 7/6. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. ആൽഫ റൈസ് ടു 4 പ്ലസ് ബീറ്റ റൈസ് ടു 4. തേർഡ് ക്വസ്റ്റ്യൻ. ആൽഫ റൈസ് ടു 4 പ്ലസ് ബീറ്റ റൈസ് ടു 4. ഈ ആൽഫ റൈസ് ടു 4 പ്ലസ് ബീറ്റ റൈസ് ടു 4നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ആൽഫ റൈസ് ടു 4നെ നമുക്ക് ആൽഫ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ബീറ്റ റൈസ് ടു 4നെ നമുക്ക് ബീറ്റ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പം ഇതേത് ഫോമിലായി? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ ഫോമിലായി അല്ലേ? അല്ലെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിൻ്റെ ഫോമിലായി. ഇതിന് തൊട്ട് മുമ്പത്തെ പ്രോബ്ലം, അതായത് ഇത് ചെയ്തപ്പോൾ എഴുതിയ സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്തായിരുന്നു? ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ആയിരുന്നു. അപ്പോൾ ആൽഫയ്ക്കും ബീറ്റയ്ക്കും പകരം ഇവിടെ എന്താണെന്നേ ഉള്ളൂ? ആൽഫ സ്ക്വയറും ബീറ്റ സ്ക്വയറും ആണ് എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയറിന് പകരം ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റയ്ക്ക് പകരം എന്താവും? ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ വീണ്ടും എന്തായി? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആയി. അപ്പോൾ വീണ്ടും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. നമ്മൾ ഇതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. ഇനി എന്തുണ്ട്? ഒരു സ്ക്വയറും കൂടെ ഉണ്ട്. മൈനസ് 2 ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിനെ നമുക്ക് ആൽഫ ബീറ്റ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എല്ലാം ആൽഫ പ്ലസ് ബീറ്റയുടെയും ആൽഫ ബീറ്റയുടെയും ഫോമിലായി. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈസ് -1/6 ദി ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്താണ്? 2 ഇൻറ്റു -1/3 ദി ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു -1/3 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇത് 1/36 പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ മൈനസ് ഇതെന്താവും? 2 ഇൻറ്റു ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 1/9. ഇത് എൽസിയം എടുക്കുമ്പോൾ ഇവിടെ 36 ഈസ് ദി എൽസിയം. ഇപ്പം ന്യൂമറേറ്റർ എന്താവും? 1 പ്ലസ് ഇവിടെ 36 ആവണമെങ്കിൽ 12 കൊണ്ട് ചെയ്യണം. 12 ഇൻറ്റു 2 24. അപ്പോൾ 24 പ്ലസ് 1 25 ദി ഹോൾ സ്ക്വയർ മൈനസ് എന്തായി? 2/9. 25ൻ്റെ സ്ക്വയർ എന്താണ്? 25ൻ്റെ സ്ക്വയർ 625 ഡിവൈഡഡ് ബൈ 36ൻ്റെ സ്ക്വയർ 1296 മൈനസ് 2/9.
9. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ LCM കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ LCM എന്ത് വരുമെന്ന് നോക്കാം. 1 2 9 6ഉം 9ഉം കൂടെ ചെയ്താൽ ഇവിടെ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 4 3s are 12, 3 2, 9 3 ആകും. വീണ്ടും നമുക്ക് 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ 1 4 4 1. അപ്പോൾ അതാ ഇങ്ങനെ കിട്ടിയല്ലേ. 144 into 3 is 432. 432 into 3 is അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ ആണിത്. അതുകൊണ്ട് LCM എന്ത് തന്നെ വരും? ഇത് തന്നെ വരും. അപ്പോൾ is equal to LCM is 1 2 9 6. അപ്പോൾ 625 മൈനസ് 9നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 144 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് 1296 കിട്ടാൻ. അതുകൊണ്ട് ന്യൂമറേറ്റർ നമ്മൾ 144 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 288 is equal to 265 minus 288 is 337 by 1296. ഇതാണ് നമ്മുടെ ആൽഫ റൈസ് ടു 4 പ്ലസ് ബീറ്റ റൈസ് ടു 4. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എഴുതുന്നു 337 by 1296. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് ആൽഫ ബീറ്റ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ ബീറ്റ. അപ്പോൾ ഇതിനകത്തൊന്ന് നോക്കിയാൽ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റയുടെയും ആൽഫ ബീറ്റയുടെയും ടേമിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? ആൽഫ ബീറ്റ കോമൺ എടുക്കാം. അപ്പോൾ ഫസ്റ്റിൽ നിന്ന് ആൽഫ ബീറ്റ കോമൺ എടുത്താൽ ബാക്കി എന്തുണ്ട്? ബീറ്റ പ്ലസ് ഇതിൽ നിന്ന് ആൽഫ ബീറ്റ കോമൺ എടുത്താൽ ബാക്കി ആൽഫ. ഇപ്പോൾ നമുക്ക് കിട്ടേണ്ട ടേമിലായല്ലോ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും. ആൽഫ ബീറ്റ ഈസ് -1/3. ആൽഫ ബീറ്റ ഈസ് -1/6 ഈസ് ഇക്വൽ ടു -1 കൂടെ 1 ആവും. 6 3s are 18. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 1/18 എന്ന് കിട്ടി. ഇനി അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. 1/ആൽഫ പ്ലസ് 1/ബീറ്റ. ഇവിടെ നമുക്ക് LCM എടുക്കണം. LCM ഈസ് ആൽഫ ബീറ്റ. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്താവും? ബീറ്റ പ്ലസ് ആൽഫ ഇസ് ഇക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? -1/6 ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ ഈസ് -1/3 ഇസ് ഇക്വൽ ടു -1/6 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ 3/-1. 3ഉം 6ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 2 ആവും. നെഗറ്റീവും ക്യാൻസലായി പോവും. ബാക്കി എന്തുണ്ട്? 1/2. അപ്പോൾ ഇത് നമുക്ക് 1/2 എന്ന് കിട്ടി. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ. 1/ആൽഫ പ്ലസ് 1/ബീറ്റ മൈനസ് ആൽഫ ബീറ്റ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് രണ്ടിനും LCM എടുക്കണം. അപ്പോൾ എന്ത് വരും? ഇസ് ഇക്വൽ ടു LCM ഈസ് ആൽഫ ബീറ്റ. മുകളിൽ എന്താവും? ആൽഫ പ്ലസ് ബീറ്റ എന്നാവും അല്ലേ. ഇവിടെ ആൽഫ ബീറ്റ വരണമെങ്കിൽ ബീറ്റ കൊണ്ട് ചെയ്യണം. അപ്പോൾ ഇത് ബീറ്റ പ്ലസ് ഇവിടെ ആൽഫ ബീറ്റ വരണമെങ്കിൽ ആൽഫ കൊണ്ട് ചെയ്യണം. അപ്പോൾ ബീറ്റ പ്ലസ് ആൽഫയാണ്. അതിനെ തിരിച്ചെഴുതിയാൽ ആൽഫ ബീറ്റ എന്ന് കിട്ടും. മൈനസ് ആൽഫ ബീറ്റ. ഇനി നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്യുന്നു. ആൽഫ പ്ലസ് ബീറ്റ ഈസ് -1/6 ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ ഈസ് -1/3 മൈനസ് ആൽഫ ബീറ്റ ഈസ് -1/3. ഇനി നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഇക്വൽ ടു -1/6 ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. അടുത്തതിൻ്റെ റെസിപ്രോക്കൽ മൈനസും കൂടെ പ്ലസ് ആവും. പ്ലസ് 1/3. ഇവിടെ 3ഉം 6ഉം കൂടെ കട്ട് ചെയ്താൽ 2 ആകും. നെഗറ്റീവും കൂടെ മാറി പോസിറ്റീവ് ആകും. അപ്പോൾ എന്തായിട്ട് മാറും? 1/2 പ്ലസ് 1/3 ഇസ് ഇക്വൽ ടു LCM ഈസ് 6. ന്യൂമറേറ്ററിൽ 3 പ്ലസ് 2 ഇസ് ഇക്വൽ ടു 5/6 എന്ന് കിട്ടും. അപ്പോൾ 6th വണ്ണിൻ്റെ ആൻസർ 5/6. ഇനി അടുത്തത് 7th വൺ. 1/ആൽഫ മൈനസ് 1/ബീറ്റ ഇസ് ഇക്വൽ ടു ഇവിടെ LCM എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ ആൽഫ ബീറ്റ ആകും. ന്യൂമറേറ്ററിൽ ബീറ്റ മൈനസ് ആൽഫ എന്നാവും. അപ്പോൾ നമുക്കിവിടെ
ആൽഫ മൈനസ് ബീറ്റ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അല്ല, ഈ ഒരു പോളിനോമിയൽ തന്നിട്ട് ഡയറക്റ്റ് ഇത് കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ ആൽഫ മൈനസ് ബീറ്റ എന്താണെന്നുള്ളതും കൂടെ നിങ്ങളിവിടെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഓൾറെഡി ആൽഫ മൈനസ് ബീറ്റ കണ്ടുപിടിച്ചത് കൊണ്ട് ഞാനതിവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയ ഈ ഫുൾ സ്റ്റെപ്പും നിങ്ങൾ ഇവിടെ തന്നെ ചെയ്യേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് കണ്ടുപിടിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് ആൽഫ മൈനസ് ബീറ്റയാണുള്ളത്, പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ എന്താണ്? ബീറ്റ മൈനസ് ആൽഫയാണ്. അപ്പോൾ നമുക്കിതിനെ ആൽഫ മൈനസ് ബീറ്റ ആക്കണേ എന്ത് ചെയ്യണം? ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ തിരിച്ചെഴുതാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട. ഇങ്ങനെ തന്നിരിക്കുന്ന ടേമിനെ നമുക്ക് തിരിച്ച് ആൽഫ മൈനസ് ബീറ്റ എന്നാക്കണമെങ്കിൽ നിങ്ങളിവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തിട്ട് നിങ്ങൾക്കിതിനെ തിരിച്ച് ആൽഫ മൈനസ് ബീറ്റ എന്നെഴുതാം കേട്ടോ, ബൈ ആൽഫ ബീറ്റ. ഇപ്പം നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഈ നെഗറ്റീവ് ഈ ബ്രാക്കറ്റിനകത്തേക്ക് ഇട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ബീറ്റ മൈനസ് ആൽഫ എന്ന് തന്നെയായിരിക്കും കിട്ടുക. മൈനസ് കൊണ്ട് ആൽഫ ഇത് ചെയ്താൽ നെഗറ്റീവ് ആൽഫ, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ബീറ്റ ഈസ് പോസിറ്റീവ് ബീറ്റ. കണ്ടോ? ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ആൽഫ മൈനസ് ബീറ്റ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു. എത്രയാണ്? 7/6 ബൈ ആൽഫ ബീറ്റ ഈസ് നെഗറ്റീവ് 1/3. എന്താവും? നെഗറ്റീവ് 7/6 ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. അടുത്തതിൻ്റെ റെസിപ്രോക്കൽ 3 6 കൂടെ കട്ട് ചെയ്താൽ 2 വരും. നെഗറ്റീവ് നെഗറ്റീവും ക്യാൻസലായിപ്പോവും. ബാക്കി എന്ത് വരും? 7/2. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് മാത്രമാണ് ക്വസ്റ്റനായിട്ട് തരുന്നതെങ്കിൽ ഈ ആൽഫ മൈനസ് ബീറ്റയ്ക്ക് നമ്മൾ ഈ ഫസ്റ്റ് വണ്ണിൽ ചെയ്ത മുഴുവൻ സ്റ്റെപ്പുകളും നിങ്ങളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം. ഇവിടെ നമ്മൾ ഓൾറെഡി ആൽഫ മൈനസ് ബീറ്റ ഈ ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ്. ഇവിടെ നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഐഡൻറ്റിറ്റി എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 9th. എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ പ്ലസ് ബി. അപ്പോൾ ആ ഐഡൻറ്റിറ്റി നമ്മളിവിടെ എഴുതുന്നു. ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ ക്യൂബ് മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ഇനി വാല്യൂസ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൽഫ പ്ലസ് ബീറ്റ ഈസ് നെഗറ്റീവ് 1/6 ദ ഹോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു നെഗറ്റീവ് 1/3 ഇൻറ്റു നെഗറ്റീവ് 1/6 ഇസ് ഈക്വൽ ടു ക്യൂബ് ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് സൈൻ വരും. നെഗറ്റീവ് 1/6ൻ്റെ ക്യൂബ് 216. ഇവിടെ 3യും 3യും കൂടെ ക്യാൻസലായിപ്പോവും. ഈ നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആകും. അപ്പോൾ ഇവിടെ ഈ നെഗറ്റീവ് സൈൻ തന്നെ വരും. 1/6 ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിനെയും കൂടെ LCM ഒന്ന് നോക്കണം അല്ലേ? 216ഉം 6ഉം 3 കൊണ്ട് ചെയ്യാം. 72 2, വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 36 1. അപ്പോൾ 6 ഇൻറ്റു 36 ആണ് 216 അല്ലേ? അപ്പോൾ LCM എന്ത് വരും? 216 തന്നെ വരും. 216ന് ഇവിടെ -1 മൈനസ് 6 ഇൻറ്റു എത്ര ചെയ്താലാ? 6 ഇൻറ്റു 36 ചെയ്താലാണ് ഇവിടെ 216 കിട്ടുക. അപ്പം ന്യൂമറേറ്റർ 36 ഇസ് ഈക്വൽ ടു -37/216 എന്ന് കേട്ടോ. -37/216. മനസ്സിലായല്ലോ? അപ്പോൾ സൈനുകളൊക്കെ മാറിപ്പോകാതെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ചെയ്യുക. 6ൻ്റെ മൾട്ടിപ്പിൾ ആണ് 216, അതുകൊണ്ട് LCM 216 തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് LCM ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളതായിരുന്നു. 8 ക്വസ്റ്റ്യൻസ് ഇതേപോലെ വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ലെങ്തി ആയിട്ട് തോന്നിയത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.